നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ കഠിനമായ അധ്വാനം ചെയ്താലും ചില സമയങ്ങളിൽ വിചാരിച്ച ഫലം കിട്ടാത്ത അവസ്ഥകൾ വരാറുണ്ട്. കടബാധ്യതകൾ വന്നു മൂടാറുണ്ട്. കുടുംബത്തിൽ പൂർണ്ണമായി അശാന്തി പരന്നതായ ഒരവസ്ഥ വരാറുണ്ട്. വിചാരിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കാതിരിക്കുന്നത് പോലെ തോന്നുക. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളോടെയാണ് ദൈനംദിനം ഓരോ മനുഷ്യനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അധിവസിക്കുന്നതായി ഈ ഒരു പ്രപഞ്ചം നമുക്കായി ചില സമയങ്ങൾ കാത്തുവെച്ചിട്ടുണ്ട് എന്നതാണ് ആദ്യം നമ്മൾ മനസ്സിൽ കുറിക്കേണ്ടത്. അപ്പോൾ 2026 ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച നാളത്തെ ദിവസം ആകാശത്ത് ഒരു മഹാ അത്ഭുതം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രപഞ്ചത്തിൽ ഐശ്വര്യദായകനായ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്ന ശുക്രൻ അതിൻ്റെ പരമാവധി തിളക്കത്തിൽ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തുന്ന ദിവസമാണ് നാളെ. ഭഗവാന്റെ കൃപയാൽ ആകാശത്ത് സംഭവിക്കുന്ന ഈ വലിയ ഒരു ഊർജ്ജമാറ്റം ഭൂമിയിലുള്ള ചില പ്രത്യേക നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് പൂർണ്ണമായും ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നാളിതുവരെ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുന്ന ദിവസം നാളെ മുതൽ തുടങ്ങാൻ പോവുകയാണ്. അതായത് ഭാഗ്യദേവത നിങ്ങളുടെ വാതിൽ മുട്ടി വിളിക്കുന്ന സമയമെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നത്? അത് ഏതൊക്കെ ഭാഗ്യ നക്ഷത്രക്കാർക്കാണ് പൂർണ്ണമായും ഈ ഭാഗ്യം അനുഭവത്തിൽ വരുന്നത്? ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഈ അധ്യായത്തിലൂടെ നോക്കാം. കൂടെ തന്നെ ഈ പൂർണ്ണമായ ഫലം ലഭിക്കാൻ നാളത്തെ ദിവസം ദൈവീകമായ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നതുകൂടി പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാവുന്നതാണ്, നവഗ്രഹങ്ങളിൽ ഏറ്റവും മനോഹരമായ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് ശുക്രനാണ്. അപ്പോൾ ആത്മീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിലും ശുക്രൻ എന്നാൽ ഒരു വെറുമൊരു ഗ്രഹമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മഹാലക്ഷ്മിയുടെ ചൈതന്യമാണ്. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ എല്ലാ ഭൗതിക സുഖങ്ങളും അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്നതായ സമ്പത്തും കുടുംബ സമാധാനവും സർവ്വവിധ ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച സന്ധ്യാസമയത്ത് പടിഞ്ഞാറൻ ആകാശത്തേക്ക് നോക്കിയാൽ നാളെ പ്രപഞ്ചത്തിൻ്റെ ഒരു അത്ഭുതം തന്നെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും. ജ്യോതിഷപരമായിട്ട് നോക്കിക്കാണുമ്പോൾ ഈ ഒരു സമയത്ത് പ്രപഞ്ചത്തിൽ വലിയ ഒരു പോസിറ്റീവ് ഊർജം നിറയുന്ന ദിവസമാണ് നാളെ. അപ്പോൾ ഈ ഊർജം നമ്മുടെ മനസ്സിനെ വളരെയധികം ശുദ്ധീകരിക്കാൻ സഹായിക്കുകയും മനസ്സിലുള്ളതും അതേപോലെ നമ്മളെ ബാധിച്ചിരിക്കുന്നതുമായ സകലവിധ നെഗറ്റീവ് ഊർജങ്ങളും അകന്നു മാറുന്നതിനും ഒരുപാട് തന്നെ കാരണമാകും. അതായത് കയ്യിൽ പണം വന്നിട്ടും നിൽക്കുന്നില്ല എന്ന പരാതിയുള്ളവർക്ക് അതിൽ നിന്ന് മാറ്റമുണ്ടാകും. അതായത് സമ്പത്ത് നിലനിർത്താനുള്ള വഴികൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ തെളിഞ്ഞു വരും. കൂടാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റം സംഭവിക്കും. സ്നേഹവും സമാധാനവുമാണ് ഇവിടെ തിരികെ വന്നു ചേരേണ്ടത്. അപ്പോൾ ദമ്പതികൾക്കിടയിൽ സ്നേഹം, സമാധാനം, ഐക്യം എന്നിവ നാളത്തെ ദിവസം മുതൽ വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ, പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും തടസ്സങ്ങൾ നീങ്ങുക എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ ആവശ്യം, അല്ലേ? അപ്പോൾ അതിനനുകൂലമായ അവസരങ്ങളൊക്കെ വന്നു ചേരും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ശുഭസമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ഒന്ന് പാലിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതായത് ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ ഇടപാടുകൾ വളരെ കൂടുതലായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പണ ഇടപാടുകൾ നടത്തുമ്പോൾ 2 തവണയെങ്കിലും ധനം കൈമാറ്റം ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെടുത്തി ഉറപ്പുവരുത്താനായിട്ടൊക്കെ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അനാവശ്യ സാമ്പത്തിക നഷ്ടങ്ങളോ അല്ലെങ്കിൽ ബാങ്ക് തടസ്സങ്ങളോ വരെ ഉണ്ടാകാൻ സാധ്യതയും നാളത്തെ ദിവസം വൈകുന്നേരം കാണുന്നുണ്ട്. പ്രപഞ്ചം അനുകൂലമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പോലും പ്രപഞ്ചം അനുകൂലമായാലും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് വിവേകത്തോടു കൂടിയുള്ള പ്രവർത്തനം ഉണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്നിട്ട് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം അല്ലെങ്കിൽ ഇന്നത്തെ അനുഗ്രഹമാണല്ലോ അല്ലെങ്കിൽ ഇന്ന് അനുഗ്രഹ ദിവസമാണ് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു എന്നിട്ട് ചോദിച്ച കാര്യമില്ല. ഓരോ ദിവസവും ധനപരമായ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നത് വീണ്ടും ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക്
ആ സുപ്രധാന ഭാഗത്തിലേക്ക് ഇനി കടക്കാം. അതായത് ഈ ആകാശ വിസ്മയമാണല്ലോ നാളെ സംഭവിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഏതൊക്കെ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് അത്ഭുത മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ, പ്രധാനമായും ഇടവം തുലാം രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഈ വലിയ ഒരു ഭാഗ്യം നാളത്തെ ദിവസം വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കുമ്പോൾ, ആദ്യത്തെ നക്ഷത്രക്കൂട്ടം വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന നക്ഷത്രക്കാർ, നിങ്ങൾ നാളിതുവരെ വലിയ ഒരു മാനസിക വിഷമത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. കടബാധ്യതകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ വിഷമങ്ങളൊക്കെ മാറ്റി നിർത്തുക. ശുക്രൻ്റെ ഉച്ചസ്ഥിതിയാണ്. അപ്പോൾ അത് പുതിയ വരുമാന മാർഗങ്ങൾ ജീവിതത്തിൽ വന്നേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് വന്നു ചേരും. അപ്പോൾ പുതിയ ജോലിക്കുള്ള അവസരങ്ങളൊക്കെ തുറന്നു വരും. മുടങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാനുള്ള ഒരു സാധ്യതയും നാളത്തെ ദിവസം മുതൽ കാണുന്നുണ്ട്. അപ്പോൾ വിവാഹ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, ജോലിയാകാം, മനസ്സമാധാനമാകാം, ഏതുമാകാം. തടസ്സപ്പെട്ട ഏത് കാര്യവും വീണ്ടും വേഗത്തിൽ നടന്ന് കിട്ടാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം മുതൽ കാണുന്നുണ്ട്. തൊഴിൽ രംഗത്താണെങ്കിലും വലിയ അംഗീകാരങ്ങളൊക്കെ തേടി വരാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം മുതൽ ഈ നക്ഷത്രക്കാർക്കുണ്ട്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയ ഒരു തുടക്കത്തിൻ്റെ സമയം തന്നെയാണ് നാളെ മുതൽ വരുന്നത്. കുടുംബത്തിലെ ദീർഘനാളായിട്ട് നിലനിന്നിരുന്ന വഴക്ക്, പ്രശ്നങ്ങൾ, പുറത്താരും അറിയുന്നില്ലെങ്കിൽ പോലും അകത്ത് പുകഞ്ഞുകൊണ്ടിരുന്നതായ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ചില സൗന്ദര്യ പിണക്കങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനുണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രയാസങ്ങൾക്ക് മാറ്റമുണ്ടാകും. കുട്ടികളുമായി ബന്ധപ്പെട്ട വിവാഹം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ അതിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളിൽ ഒരു നീക്കുപോക്കുണ്ടാകും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള വഴി തെളിഞ്ഞു വരും. ലോട്ടറി പോലെയുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ പോലും വന്നു ചേരാനുള്ള ഒരു കാരണം ഈ ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നാളെ മുതലുള്ള സമയങ്ങളിൽ അപ്രതീക്ഷിത ധനയോഗം കാണാമെന്നതാണ്. അനാവശ്യ ചിലവുകളൊക്കെ ഒന്ന് ചുരുങ്ങാനും ധനവരവുണ്ടാകാനുമുള്ള സാധ്യത ഇവിടെ ഭഗവാൻ ശുക്രൻ നിങ്ങൾക്ക് നേരിട്ട് നാളത്തെ ദിവസം മുതൽ തരുന്നുണ്ട്. ഭരണി, പൂരം, പൂരാട നക്ഷത്രക്കാർക്കും ഇരട്ടി മധുരമായിട്ടാണ് നാളത്തെ ദിവസം വന്നു ചേരാൻ പോകുന്നത്. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ദൈവകൃപയാൽ പെട്ടെന്ന് സാധ്യമാകാൻ സാധിക്കും. കൂടാതെ ആരോഗ്യപരമായിട്ട് നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്നൊക്കെ വലിയൊരു ആശ്വാസം ലഭിക്കും. പുതിയൊരു വീട് അല്ലെങ്കിൽ വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റമുണ്ടാകും. വാഹനം, അതുമായി ബന്ധപ്പെട്ട പുതിയത് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യോഗമുണ്ടാകും. അതേപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സമയത്തിന് തന്നെ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഇവിടെ ശുക്രൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട് എന്ന് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗ്യമുണ്ടെന്ന് കരുതി നമ്മളൊന്നും ചെയ്യാതെ ഇരുന്നാൽ മാത്രം പറ്റുകയില്ല. ഭാഗ്യം താനേ വന്നോളൂ എന്ന് പറയുന്ന യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു പോസിറ്റീവ് ഊർജം പൂർണ്ണമായിട്ട് നമ്മൾ വസിക്കുന്ന ഗൃഹത്തിലേക്ക് ആവാഹിക്കാൻ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. നാളെ സന്ധ്യാസമയത്ത് ഒരു ലളിതമായ ദൈവിക കർമ്മം കൂടി ഒന്ന് ചെയ്യുക. അപ്പോഴിത് കൃത്യമായി സമയം പറഞ്ഞാൽ വൈകിട്ട് ഒരു 6:40-നും 6:44-നും ഇടയിലുള്ള സമയം പൂജാമുറിയിൽ ശുദ്ധമായ ഒരു നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്നതാണ്. അതായത് പ്രാർത്ഥിക്കേണ്ടത് മഹാലക്ഷ്മിയാണ്. മനസ്സുരുകി അമ്മ മഹാമായ ലക്ഷ്മി ഭഗവതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കൂടെ കനകധാരാ സ്തോത്രം ചൊല്ലാമെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. ലക്ഷ്മി അഷ്ടോത്തരവും ചൊല്ലാം, കനകധാരാ സ്തോത്രമൊക്കെ ചൊല്ലുന്നത്. ഈ സമയം നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറൻ ജനലുകൾ ഒന്ന് തുറന്നിടാൻ കൂടി ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ആ ശുക്രൻ്റെ ആ ഒരു വെള്ളി വെളിച്ചം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ വെള്ളി വെളിച്ചം നേരിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ ഐശ്വര്യം വന്നു ചേരുന്നതിനായിട്ട് അതുവരെ സാധ്യമാകും. അപ്പോൾ ഈ ഒരു സമയത്ത് നെയ്വിളക്ക് തെളിയിച്ചിട്ട് ആ പടിഞ്ഞാറൻ ജനൽ, അതായത് നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറൻ ജനലുകളൊന്ന് തുറന്നിടുന്നത്, 2 പാളി ജനൽ ഒന്ന് തുറന്നിട്ടാൽ മതി, എല്ലാം ഒന്ന് തുറന്നിടണ്ട. 2 പാളി ഒന്ന് തുറന്നിട്ടിട്ട് മനസ്സിൽ ചിന്തിക്കുക, ഭഗവാൻ ശുക്രൻ്റെ അല്ലെങ്കിൽ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ശുക്രൻ്റെ ആ വെളിച്ചം എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ നെഗറ്റിവിറ്റികളെ പുറത്താക്കിയിട്ട് ഭാഗ്യമായിട്ട് മാറുന്നു, ഐശ്വര്യമായിട്ട് വന്നു ചേരുന്നു എന്ന് ഒന്നുകൂടി അപ്പോൾ ആ ഒരു വേളയിൽ ചിന്തിക്കുക. എല്ലാവിധ പ്രയാസങ്ങളും മാറും എന്ന് ചിന്തിക്കുക. അപ്പോൾ നാളത്തെ ദിവസം മുതൽ നിങ്ങൾ ആഗ്രഹിച്ചതായ നേട്ടങ്ങൾ, ഐശ്വര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.